സ്മൃതി, പത്തനംതിട്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സമരസംഗമം എന്ന പരിപാടിയുടെ വേദിയിൽ വെച്ചാണ് PJ കുര്യൻ തുറന്ന് വിമർശിച്ചിരിക്കുന്നത്. അതിൽ പാർട്ടിയുടെ KPCC അധ്യക്ഷനുണ്ട്, UDFന്റെ കൺവീനറും ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെയുണ്ട്. അവിടെ SFIയെ ചൂണ്ടിക്കാണിച്ച് യൂണിവേഴ്സിറ്റിയിലെ SFIയുടെ സമരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടത്തിയത്. അത് സമരാഭാസം എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചതെന്ന് ഓർമ്മിക്കണം. അവിടെയാണ് PJ കുര്യൻ SFIയെ പുകഴ്ത്തുന്നതും യൂത്ത് കോൺഗ്രസിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നതും. സ്പോൺസേഡ് ഗുണ്ടായിസം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക്. അതെ, ഇതിലൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്താണ് PJ കുര്യൻ ഇത് പറയുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM EMS അക്കാഡമിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടി എന്ന് പറയുന്നത് ഈ പറയുന്ന സാംസ്കാരിക നായകരെയൊക്കെ വിളിച്ച്, ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക നായകരെയൊക്കെ വിളിച്ച് സർക്കാരിനെ പറ്റി നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് തുറന്നു പറയാം, അങ്ങനെ തുറന്ന വേദിയായി അവിടെ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ CPMുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും അവർക്കുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നു. അതിൽ പറഞ്ഞ ഒരു കാര്യം, DYFI പോലുള്ള യുവജന സംഘടനകൾക്ക് അങ്ങനെ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു വിമർശനം വന്നു. അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് ശിവപ്രസാദിനെ നമ്മൾ സമരത്തിൽ കാണുന്നുണ്ടല്ലോ. ശിവപ്രസാദ് നേതാവിനെ കുറച്ചൊന്ന് ഉയർത്തി കാണിക്കുന്നുണ്ട്. ശിവപ്രസാദ് നന്നായി സംസാരിക്കുന്നുമുണ്ട്, നന്നായി പ്രതികരിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തി കാട്ടുന്ന ഈ ഒരു പരിപാടിക്ക് ശേഷമാണ് ആ പേര് അങ്ങനെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന പോലും. അപ്പോൾ ആ രൂപത്തിൽ ഒരു വിമർശനം ഉയർന്ന ഒരു പശ്ചാത്തലം അവിടെ നിൽക്കുകയാണ്. ഇനി PJ കുര്യൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവിടെ 25 പ്രവർത്തകരെ കൂടി വിളിച്ച് കൂട്ടാൻ പറ്റുന്നില്ലല്ലോ യൂത്ത് കോൺഗ്രസിന് എന്നുള്ള വിമർശനമാണ്. PJ കുര്യൻ പത്തനംതിട്ടയിൽ എത്ര വർഷങ്ങളായുള്ള നേതാവാണ്. അദ്ദേഹം MP ആയി, മന്ത്രിയായി, ഡെപ്യൂട്ടി സ്പീക്കറായി, എത്രയോ കാലമായി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ചില മോഹങ്ങൾ കൂടിയാണ് ഈ പ്രതികരണത്തിന് പിന്നിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലം വരികയാണ്. സ്ഥാനാർത്ഥി മോഹം യുവാക്കൾക്ക് മാത്രമല്ല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് വേണം അതിൽ കാണാൻ. പത്തനംതിട്ടയിലും ആറന്മുളയിലുമൊക്കെ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കൾ സ്ഥാനാർത്ഥികളായേക്കും എന്നുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ 3 പേരെ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ജയിച്ചേനെ എന്ന്. അദ്ദേഹം പറഞ്ഞ ആളെ തന്നെയാണ് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതിൻ്റെ പരാജയം അവിടെ ഏറ്റുവാങ്ങി ചെന്ന് അവിടെ അത് വിഷയമാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്തതാണ്. വിജയസാധ്യതയുള്ള മറ്റൊരു നേതാവിൻ്റെ പേര് അവിടെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരുകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ മുഖവിലക്കെടുക്കുകയും പാർട്ടി അതൊക്കെ പരിഗണിക്കുകയും ചെയ്തൊരു ഘട്ടം അത് പരാജയപ്പെട്ടു എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇനി സമരചരിത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരമുഖത്തുണ്ടോ എന്നാണ് ചോദ്യം. യൂത്ത് കോൺഗ്രസ് പോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസം KSU ഇപ്പോൾ കീം വിഷയത്തിൽ നടത്തിയ സമരത്തിൽ KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. പിന്നെ ഈ ഭാരതാംബ വിഷയത്തിൽ SFIക്കൊപ്പം തന്നെ KSUവും അന്ന് സെനറ്റ് ഹാളിന് മുന്നിലെ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അന്ന് KSU പ്രവർത്തകരെ മർദ്ദിച്ചത് RSS പ്രവർത്തകരാണ്. ആ മർദ്ദനത്തിൻ്റെ ചരിത്രം അവിടെ നിൽക്കുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരങ്ങളാണ്. ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നോക്കൂ. നമ്മൾ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു സമരം, ആ സമരം എന്തായിരുന്നു? നവകേരള യാത്ര മാടായിൽ നിന്നും തുടങ്ങുമ്പോൾ ചെടിച്ചട്ടി ആക്രമണം നടക്കുന്നു. അതിനെ രക്ഷാപ്രവർത്തനമായി വ്യാഖ്യാനിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു. DYFIയും പോലീസും ഒരുപോലെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നു. അതിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സമരം, കരിങ്കൊടി പ്രതിഷേധം, കേരളത്തിൽ നിന്നും മാടായിൽ നിന്നും പുറപ്പെട്ട് ഇങ്ങ് തിരുവനന്തപുരം എത്തുന്നതുവരെയും ആ സമരവും പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങളും ആ സമരത്തിനും ഒടുവിൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എന്ന വാചകത്തിന് വലിയ വില നൽകേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം UDFന് കാഴ്ചവെക്കാൻ പറ്റി, വലിയ പരാജയം LDFന് ഉണ്ടായി എന്നുള്ള ഒരു കാഴ്ച അവിടെ ഉണ്ട്. അപ്പോൾ അതവർ സംഭവമായി നടക്കുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഈ പറഞ്ഞ ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട സമരം. MR അജിത് കുമാർ RSS ബന്ധം ആരോപിച്ച് അബിൻ വർക്കിയുടെ സമരം ഓർക്കുന്നില്ല. അബിൻ വർക്കി തലയ്ക്ക് പോലീസിൻ്റെ മർദ്ദനമേറ്റ് അബിൻ വർക്കി ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായില്ല. അവിടെ നിന്ന് സുധാകരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ ഈ സമരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി പറയുന്ന ഈ ഭാരതാംബ വിഷയത്തിൽ വലിയ രൂപത്തിൽ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രൂപത്തിൽ കടന്നിട്ടില്ലായിരിക്കാം. അതിന് അവരുടേതായ ന്യായവും അവർ പറയുന്നു. ഇപ്പോൾ സമരം ചെയ്യുന്നവരും പോലീസും തമ്മിലുള്ളൊരു ഒത്തുകളിയാണ് എന്ന് പറയുന്നു. പോലീസ് ജലപീരങ്കി ശരിക്ക് പ്രയോഗിക്കാതെ, ജലപീരങ്കി കാണാൻ നോക്കണ്ട, ഇവരുടെ വാദമാണ്. ജലപീരങ്കി ശരിക്ക് പ്രയോഗിക്കാതെ, ലാത്തി ചാർജ് ശരിക്കും നടത്താതെ പക്ഷേ സെനറ്റ് ഹാൾ ഈ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെ സമരത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ പ്രവർത്തകർ മുഴുവൻ തന്നെ അകത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. വലിയ രീതിയിൽ പോലീസ് ബന്ദോബസ്തൊക്കെ ഉണ്ടെങ്കിലും പോലീസ് അവിടെ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അതിനുശേഷമാണ് അവരെ ഓരോരുത്തരെയായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. വലിയ ലാത്തി ചാർജ് ഒന്നും പറയാവുന്ന കാര്യമില്ല. അപ്പോൾ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവജന സംഘടനകളോട് പോലീസിന് മറ്റൊരു സമീപനം എന്നൊരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ഇതവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ യൂത്ത് കോൺഗ്രസിനെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രതികരണം PJ കുര്യൻ നടത്തിയോടുകൂടി യൂത്ത് കോൺഗ്രസിൽ 2 വിഭാഗം ഉണ്ടല്ലോ, 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവർ ഈ ഗ്രൂപ്പ് എല്ലാം വിട്ട് ഒരുമിച്ച് PJ കുര്യനെതിരെ
ഇതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇതിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അവർ ഒരുമിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ PJ കുര്യൻ ഈ സമയത്ത് ഇത് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഏത് ചാനലാണ് കാണുന്നത് എന്ന് അവർ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമരം മാത്രം കാണുക, SFIയുടെ സമരം മാത്രം, തെരുവിൽ അവരെ മാത്രം കാണുന്നു, യൂത്ത് കോൺഗ്രസിലെ നേതാക്കളെ അദ്ദേഹം TV-യിൽ മാത്രം കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചർച്ചകളിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കാണുന്നുണ്ടാകാം, സമരത്തുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കാണുന്നില്ല, KSUക്കാരെ കാണുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചാനൽ മാത്രം അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് യൂത്ത് കോൺഗ്രസിലെ പ്രതിനിധികൾ തന്നെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതാണ് PJ കുര്യനുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊരു തെറ്റുപറ്റി, അതാണ് നേതാക്കളും കാണുന്നത്. ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാമോ എന്നൊരു ചോദ്യം. ഇനി യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് തിരിമറി എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് തിരിമറി എന്നല്ല, അവർ അതിന് പറയുന്ന ഒരു കാര്യം, വയനാട്ടിൽ KPCC പ്രഖ്യാപിച്ചത് 100 വീടുകളാണ്. ആ 100 വീടുകൾ KPCC പ്രഖ്യാപിച്ച ആ പദ്ധതിയുമായി ചേർന്ന് അതിൽ 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഉണ്ട്, OSSC, എല്ലാവരും പലരായിട്ടാണ് പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ CPM-ൽ പണപ്പിരിവ് ആകെ DYFI മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് പലയിടത്തേക്ക് പോലെ DYFI ഒരുമിച്ച് അത് സ്വരൂപിക്കുന്നു. ഞങ്ങളുടേത് അങ്ങനെയല്ല സ്വരൂപിക്കുന്നതെന്നാണ് അവർ അത് വിശദീകരിക്കുന്നത്. അപ്പോൾ 100 വീടുകളിൽ 30 വീടുകൾ ഏറ്റെടുക്കുന്നു. 8 ലക്ഷം ചെലവഴിച്ചുകൊണ്ട് 30 വീടുകൾക്ക് അതിന് 2,40,00,000 ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നതാണെങ്കിലും അവർക്ക് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് കിട്ടിയിരിക്കുന്നത് 1 കോടിയാണ്. ഇപ്പോൾ DYFIയും 58 ലക്ഷം അല്ല 1 കോടി ഇപ്പം ആയി, ഇത്രേ പിന്നെയും വന്നു, 1 കോടി ആയി എന്ന് പറയുന്നു. അപ്പോൾ പണം അടിച്ചു മാറ്റിയെന്ന ആരോപണത്തിൽ അവർ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം അക്കൗണ്ടിൽ ഇത്ര പണമുണ്ട് എന്നടക്കമുള്ള വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അവർ കയ്യിൽ പൈസയുണ്ട്, ഒറ്റ പൈസ പോലും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇനി ആ 1 കോടി വേണമെങ്കിൽ വേഗം തന്നെ നിർമ്മാണത്തിനായി പാർട്ടി ഏൽപ്പിക്കാം, പക്ഷേ അത് വേണ്ട, 2,40,00,000 കിട്ടട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് അതിനുള്ള പ്രശ്നം ഭൂമിയാണ് പ്രശ്നം. ഭൂമി കിട്ടുന്നില്ല. 2 ഏക്കർ സ്ഥലം ഒരു പാലക്കാടുകാരൻ സ്ഥലം കണ്ടെത്തി കൊടുത്തിരുന്നു, പക്ഷേ അത് വയബിൾ ആയില്ല. അപ്പോൾ ലീഗ് തുടങ്ങി വെച്ചതിലും തോട്ട ഭൂമിയാണെന്ന ഒരു പരാതി വന്നതിനെക്കുറിച്ച് അതും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവിടെ തട്ടി നിൽക്കുന്ന. പൈസയൊന്നും എവിടേക്കും പോയിട്ടില്ല, അവിടെ നിൽക്കുന്നു എന്നവർ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരാരോപണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, അതൊക്കെയുമായി ബന്ധപ്പെട്ട് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കൂ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് ഈ പറയുന്ന പ്രതികരണത്തിലേക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഐക്യത്തോടെ പ്രവർത്തിച്ചത്? ഒരു 2ാം നിര നേതാക്കൾ അവിടെ വളർന്നു വരുന്നുണ്ട്. ആ 2ാം നിര നേതാക്കൾ ഒരു പ്രത്യേക പ്രവർത്തന ശൈലിയുണ്ട്. ഇനി കുറച്ചുപേർ റീലുണ്ടാക്കുന്നു, ചാണ്ടി ഉമ്മനെ പോലുള്ളവർ വീടുകൾ കയറിയിറങ്ങുന്നു. 2 തരം ശൈലികളാണ്. പക്ഷേ 2 ശൈലികളും സമന്വയിക്കുമ്പോൾ അതിലൊരു വിജയ ഫോർമുല രൂപപ്പെടുന്നുണ്ട്. അപ്പുറത്ത് 2ാം നിര നേതാക്കളുണ്ടോ? ഈ പറഞ്ഞ സാംസ്കാരിക നായകരെ വിളിച്ചുള്ള യോഗത്തിൽ അവിടെ നിന്ന് സാംസ്കാരിക നായകർ ചോദിച്ച ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് 2ാം നിര നേതാക്കളില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 2ാം നിര നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് തിരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഫോർമുലയുമായിട്ട് അവർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. ഇതിപ്പോൾ പ്രായമുള്ള ചില നേതാക്കൾ, നേരത്തെ അജയ് തറയിൽ വന്നിരുന്നു, മറ്റേ ഖദർ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ ഈ ചിത്രത്തിലൊന്നും പ്രതികരണങ്ങളുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ ഇല്ലാത്ത കുറേ ആളുകൾ തന്ത വൈബ് എന്നൊക്കെ വേണം പറയാവുന്ന ഒരു രൂപത്തിലേക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് ശ്രദ്ധയാകർഷിക്കാൻ നടത്തുന്ന ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഖദറും ഇതുമൊന്നല്ല വിഷയം, പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം വിജയത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. PJ കുര്യൻ പറഞ്ഞത് അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.